ഹലോ ഗൈസ്, നമ്മൾ വാഴക്കൊല വെട്ടാൻ വേണ്ടി പോവാണ്. ഒരു ചെറിയ കൊലയാണ്. അപ്പം വിഷുവിന് പഴുക്കുമെന്ന് അറിയില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം വാഴക്കൊല വെട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കല്ലിൻ്റെ മേലെ കയറി നിൽക്കണം, നല്ലത് കിട്ടുള്ളൂ. അപ്പം കട്ട് ചെയ്യുന്നത് കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതിന് മുന്നേ വാഴക്കൊല കാണിച്ചു തരാം കേട്ടോ. വാഴ ചെരിഞ്ഞ് കല്ലിൻ്റെ മേലെ വീഴാറായിട്ടുണ്ട്. എനിക്ക് എല്ലാവരുടെയും ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കല്ലിൻ്റെ മേലെ ഒന്നും കയറാണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ മണ്ണ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞ് വീഴുന്നതുകൊണ്ട് എപ്പോഴും ഈ ഒരു വാഷ് ചെയ്യുന്ന ഏരിയ മണ്ണ് നിറഞ്ഞായിരിക്കും. നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കും, എന്നാലും പിന്നെയും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് താമര വിത്തുകളും മുളപ്പിക്കാൻ നിന്നല്ലോ, അപ്പോൾ അതിൻ്റെ ചെടി സെറ്റാക്കിയതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഈ വാഴയും കൂടി ഒന്ന് വെട്ടി റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് ക്ലീനാക്കി വെക്കാൻ. പിന്നെ ഇതാണ് നമ്മുടെ വാഴക്കൊല. ഇതാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. വാഴ ഇങ്ങനെ ചെരിഞ്ഞ് നമ്മൾ സപ്പോർട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കുഴിച്ചിടുന്ന സമയത്ത് തന്നെ ഡീപ്പായിട്ടാണ് അത്യാവശ്യം നട്ടത്. പിന്നെ അതിൻ്റെ മേലെ കുറേ ചവലൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് അങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചു. അല്ലാണ്ട് ഒരു സപ്പോർട്ടും അതിന് കൊടുത്തിട്ടില്ല. അപ്പം അത് വീഴുന്നത് വരെ ഇങ്ങനെ കൊല വെട്ടുന്നത് വരെ വീഴാതിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിത് പറിക്കാൻ വേണ്ടിയിട്ട് കുറേ തീവ്രമായിട്ട് പ്ലാനൊക്കെ ചെയ്ത് അത് കൊല താഴെ ഇടരുതെന്ന് പറഞ്ഞു. അപ്പോഴാണ് നിധി വന്നത്. അപ്പോൾ നിധിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ വെട്ടാം, നീ ഒന്ന് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്ത് തരുമോ എന്നുള്ളത്. അപ്പം നോക്കുന്ന സമയത്ത് സ്റ്റാൻഡ് ആവുന്ന സമയത്ത് നമുക്ക് ട്രൈപോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിച്ച് ഇതാക്കണമല്ലോ. അപ്പം പ്രത്യേകിച്ചും ഇതൊരു സാഹസികമായ പരിപാടിയാണ്. ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ. ഇത് വാഴയുടെ ഉള്ളിലുള്ള വാഴയുടെ ഉണ്ണിക്കാമ്പ് നമ്മൾ ഉപ്പേരി വയ്ക്കാൻ വേണ്ടി എടുക്കും. അപ്പോൾ കട്ട് ചെയ്ത് ക്ഷീണിച്ചപ്പോൾ ഇത്തവണ ഞാൻ എടുത്തില്ല. ഞാൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ആ ഒരു വാഴ പോയപ്പോൾ അവിടെ വെളിച്ചം വന്നു. പിന്നെ ഈ വാഴ നടുമ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ ഈ കിണറിനോട് ചേർന്ന് ഇത്ര അടുത്ത് നടണ്ടില്ലായിരുന്നു എന്ന് തോന്നി. കാരണം അത് വാഴ കുലച്ച സമയത്ത് അതിൻ്റെ പൂവ് ഇതൊക്കെ ഇതിലേക്ക് വീഴുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നെറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ മേലെ, പക്ഷെ നെറ്റ് ഗ്രാജുവലി അത് ദ്രവിക്കുമല്ലോ. പിന്നെ നമ്മുടെ യൂഷ്വലി ആ ഒരു ഇരുമ്പിൻ്റെ കണ്ണികളതിൻ്റെ ഇടയിലൂടെയൊക്കെ ഇത് വീഴുകയും ചെയ്യും. അപ്പം ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് വേണം കുറച്ച് ദൂരേക്ക് മാറ്റി നടാൻ. ഇതാണ് കേട്ടോ നമ്മൾ കൊല വെട്ടുന്നത്. വെട്ടി ലാസ്റ്റ് കൊലേൻ്റെ നിവർത്തികേടോണ്ട് ഇങ്ങോട്ട് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതും കൂടെ കാണിച്ചു തരാം. നമ്മളെപ്പോഴും കൊല വെട്ടുന്ന സമയത്ത് ഇതിൻ്റെ താഴെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അതുപോലെ താഴെ വീണിട്ടുണ്ടെങ്കിൽ ആ ഭാഗം പഴുക്കുന്ന സമയത്ത് കെട്ടുപോകും. പിന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം അത് താഴെ വീഴാതെ തന്നെ നോക്കുക. പിന്നെ ഈ വാഴപ്പഴം പഴുത്തതാണോ മൂത്തതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ വെയിലൊക്കെ കൊണ്ട് ഇതിന് സ്പ്ലിറ്റ് ചെയ്യും. ഒരു പഴത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ പൊട്ട് വന്ന് തുടങ്ങും നടുക്ക് കീറിയിട്ട്. അതല്ല എങ്കിൽ ഇതിൻ്റെ മുകളിൽ മൂത്ത് കഴിഞ്ഞാൽ ഒരു കറുത്ത ഷെയ്ഡുകൾ വരും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡ് കണ്ടോ, എൻഡ് ഇങ്ങനെ റൗണ്ടഡ് ടിപ്പാവും. അങ്ങനത്തെ കുറേ ടിപ്സ് ഉണ്ട് കേട്ടോ പഴം എങ്ങനെയാണ് മൂത്തതാണെന്ന് മനസ്സിലാക്കാൻ. കാരണം നമുക്കിപ്പോൾ ഇത് കുറേ കഴിഞ്ഞിട്ട് മുറിച്ചാൽ മതി, ഇപ്പോഴൊന്നും വേണ്ട. പഴുക്കണ്ട എങ്കിൽ കുറേ നാൾ അങ്ങനെ വെച്ചാൽ കുറേയും കൂടെ കഴിഞ്ഞിട്ടേ അത് പഴുക്കുള്ളൂ. അപ്പം നമുക്കത് ഏകദേശം ഒന്ന് ഡിസൈഡ് ചെയ്യാം. അതുപോലെ ബെസ്റ്റ് വാഴ നടുമ്പോൾ തന്നെ നന്നായിട്ട് ചവല. ഇപ്പോൾ ഇവിടെ പ്ലാവുള്ളതുകൊണ്ട് പ്ലാവ്, മാവുള്ളവർ മാവോ അതിൻ്റെ കൂടെ വെണ്ണീരോ എല്ലാം കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് അതിൽ കുറച്ച് ഡെപ്തിൽ നട്ട് കഴിഞ്ഞാൽ നല്ല കരുത്തിൽ വന്ന് നല്ല കൊല നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ താങ്ക്